മോദി പ്രതിരോധത്തിലാണോ എന്നുള്ളതാണ് ചോദ്യം. മോദി പ്രതിരോധത്തിലാണെന്ന് മാത്രമല്ല, മോദി ഓടി ഒളിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ പ്രസംഗത്തിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിലെ ലോക്സഭയിലെയും രാജ്യസഭയിലെയും BJP സർക്കാരിൻ്റെ പ്രതിരോധത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. ത്രികോണ പ്രതിരോധത്തിലാണ് മോദി. മോദി ഇന്ന് നടത്തിയ പ്രസംഗം യഥാർത്ഥത്തിൽ എന്താ? ഖർഗെ ചോദിച്ച 3 ചോദ്യങ്ങൾ ഇപ്പോഴും നമ്മുടെ മുന്നിൽ നിൽക്കുകയല്ലേ. ചോദ്യം 1, ഏതെങ്കിലും സമ്മർദ്ദത്തിന് വഴിപ്പെട്ട് അമേരിക്കയുമായി നമ്മൾ വ്യാപാര കരാറിൽ ഒപ്പിട്ട് അമേരിക്കയ്ക്ക് അനുകൂലമായ തരത്തിൽ നമ്മൾ ഇളവുകൾ നൽകിയിട്ടുണ്ടോ? എന്തെങ്കിലും ഈ നിമിഷം വരെയും ഒരു മറുപടി പറഞ്ഞോ? ചോദ്യം നമ്പർ 2, കർഷകർ സുരക്ഷിതരാണോ? കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് അവ ഇറക്കുമതി ചെയ്യുമ്പോൾ അവയ്ക്ക് 0 നികുതിയാക്കി മാറ്റിയിട്ടുണ്ടോ? ചോദ്യത്തിന് ഏതെങ്കിലും ഒരു മന്ത്രി ഇതുവരെയും ഉത്തരം പറഞ്ഞോ? മൂന്നാമത്തത്, നമ്മളുടെ പ്രതിപക്ഷ നേതാവ് ചോദിച്ച ചോദ്യം തന്നെ, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തി എന്ന് പറയുന്നത് ശരിയാണോ? അങ്ങനൊരു തീരുമാനം ഇന്ത്യക്ക് വേണ്ടി ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ശരിയാണോ? ഈ 3 ചോദ്യങ്ങളാണ് ഖർഗെ ചോദിച്ചത്. ഈ 3 ചോദ്യത്തിനും ഉത്തരം ഇന്ന് നൽകിയിട്ടില്ല. കൂടാതെയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചോദിച്ച നരവനെയുടെ പുസ്തകം ഉയർത്തിക്കാട്ടി, രാഷ്ട്രീയമായിട്ട് ഉത്തരവാദിത്വത്തിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു നിന്നില്ലേ? ചൈനയുടെ ടാങ്കുകൾ ഇന്ത്യയെ ആക്രമിക്കുന്ന സമയത്ത് 2020 ഓഗസ്റ്റിൽ അത് കരസേന മേധാവിയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടുള്ള ചോദ്യത്തിന് മറുപടി പറഞ്ഞോ? മറുപടി പറഞ്ഞില്ല. എപ്സ്റ്റെയിൻ ഫയലുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തിയ ആരോപണങ്ങൾക്ക് ഏതെങ്കിലും ഒരു വാക്കിൽ മറുപടി പറയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സാധിച്ചോ? സാധിച്ചില്ല. പകരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്താ ശ്രമിച്ചത്? ഇരവാദമുയർത്തി, അപരവിദ്വേഷമുയർത്തി, അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉയർത്തി, വാചോടാപത്തിൻ്റെ റെട്ടറിക്കിൻ്റെ പുകമറയിൽ ഒളിച്ചിരുന്നു പതിവ് പോലെ. അതിനുശേഷം ലോക്സഭയിൽ പ്രസംഗിക്കാൻ കഴിയാതെ മോദി ഇതാദ്യമായി പ്രതിരോധത്തിലാകുന്നതും നമ്മൾ കണ്ടു. ഇന്നാണ് ശരിക്കും മോദിയുടെ കഴിഞ്ഞ 12 വർഷത്തിലെ ഏറ്റവും ശക്തമായ പ്രതിപക്ഷത്തിൻ്റെ ചൂട് മോദി മനസ്സിലാക്കിയത്. അത് മോദിക്ക് വാക്കുകൾ കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയുന്നതിലും അപ്പുറമുള്ള വികാരമായിരുന്നു ലോക്സഭയിൽ നമ്മൾ കണ്ടത്, രാജ്യസഭയിൽ നമ്മൾ കേട്ടത്. ഒടുവിൽ ലോക്സഭയിൽ നിന്ന് ഓടി രാജ്യസഭയിലെത്തി. അവിടെ ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ മൗനത്തിൽ ഒളിക്കുകയാണ് ചെയ്യുന്നത്. അതും ചില പുകമറകൾ സൃഷ്ടിച്ചുകൊണ്ട്. എന്താണിന്ന് പ്രധാനമന്ത്രി പറയുന്നത്? എന്താണ് പ്രധാനപ്പെട്ട ഇരവാദം? രാഹുൽ ഗാന്ധി പ്രസിഡന്റിനെയും ആദിവാസി വിഭാഗങ്ങളെയും ഒക്കെ ആക്ഷേപിച്ചു അത്രേ, ഭരണഘടനയെ ആക്ഷേപിച്ചു അത്രേ. ഈ ഭരണഘടന സ്വന്തം ഹൃദയത്തിലേക്ക് ചേർത്തു പിടിച്ച് ഒരു മനുഷ്യൻ ഇന്ത്യയുടെ അതിർത്തിയിൽ അങ്ങോളം ഇങ്ങോളം നടത്തിയ യാത്രയുണ്ട്. ആ മനുഷ്യൻ്റെ പേരാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധി വളരെ കൃത്യമായി ഇന്ത്യയുടെ കരസേനാ മേധാവി, മുൻ മേധാവിയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് നടത്തിയ ആക്രമണത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ മോദി ഇരവാദത്തിൽ അഭയം പ്രാപിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 2, അപരവിദ്വേഷത്തിൻ്റെ നമ്പർ ഇറക്കി മോദി. എന്താ അപരവിദ്വേഷത്തിൻ്റെ നമ്പർ? ബിട്ടുവുമായിട്ട് രവനീത് സിംഗ് ബിട്ടുവിനെ രാഹുൽ ഗാന്ധി ചതിയൻ, ട്രൈറ്റർ എന്ന് വിശേഷിപ്പിച്ചു. എപ്പോഴാണ് രാജ്യദ്രോഹി എന്ന് വിശേഷിപ്പിക്കുന്ന ഘട്ടത്തിൽ ചതിയൻ, ട്രൈറ്റർ എന്ന് വിശേഷിപ്പിച്ചു. ഈ പാർട്ടിയിൽ നിന്ന് നിങ്ങൾ ഒരു പുലർച്ചെ മറ്റൊരു പാർട്ടിയിലേക്ക് പോയി ഈ പാർട്ടിയെയും പാർട്ടിയുടെ ആശയങ്ങളെയും ഒറ്റിക്കൊടുത്തയാളാണ്, രാജ്യത്തിൻ്റെ ആശയങ്ങളെ ഒറ്റിക്കൊടുത്തയാളാണെന്ന അർത്ഥത്തിലാണ് ഈ ബിട്ടുവിനെ വിളിക്കുന്നത്. അപ്പോൾ എങ്ങനെയാ പ്രധാനമന്ത്രി അതിനെ ഇക്വേറ്റ് ചെയ്യുന്നത്, അതിനെ ബന്ധിപ്പിക്കുന്നത്? സിഖ് കലാപവുമായിട്ട് ബന്ധപ്പെടുത്തുകയാണ്. സിഖ് എന്ന് കേട്ടാൽ കോൺഗ്രസിന് ഇപ്പോഴും അപരവിദ്വേഷമാണത്രേ, വിദ്വേഷം നിറഞ്ഞു നിൽക്കുന്നു അത്രേ സിഖുകാരനോട്. സിഖുകാരനോടുള്ള വിദ്വേഷമായിരുന്നില്ല. ഈ ഓർമ്മിക്കണം, ഇന്ത്യ രാജ്യത്ത് ഒരു സിഖ് നേതാവിനെ പ്രധാനമന്ത്രിയാക്കി, അതും രാജ്യസഭയിൽ നിന്ന് പ്രധാനമന്ത്രിയാക്കി, തുടർച്ചയായി 2 തവണ പ്രധാനമന്ത്രിയാക്കിയ ഒരേ ഒരു പാർട്ടിയുള്ളൂ. ആ പാർട്ടിയുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ്. ആ പ്രധാനമന്ത്രിയുടെ പേര് മൻമോഹൻ സിംഗ് എന്നാണ്. ആ മൻമോഹൻ സിംഗിൻ്റെ ഒരൊറ്റ വാക്കിൽ തകർന്നു പോയില്ലേ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പടുത്തുയർത്തിയ പ്രതിരോധം? സിസ്റ്റമാറ്റിക് പ്ലന്റ് ലൂട്ടിംഗ് എന്ന് പറഞ്ഞ ഒറ്റ വാചകത്തിൽ തകർന്നു പോയില്ലേ? അതുകൊണ്ട് സിഖുകാരോടുള്ള കോൺഗ്രസിൻ്റെ വിദ്വേഷത്തെക്കുറിച്ച് പറയാൻ മോദി ആളായിട്ടില്ല. മൂന്നാമത്തെ കാര്യം, അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന പുസ്തകം നോക്കൂ. ഏത് 349 ഉപയോഗിച്ചുകൊണ്ട് മുൻ കരസേനാ മേധാവിയുടെ പുസ്തകം സഭയിൽ ഉദ്ധരിക്കരുതെന്ന് പറഞ്ഞ സ്പീക്കർ ആ സമയത്ത് നിശബ്ദനായി നിൽക്കുകയും ഭരണകക്ഷിയിൽപ്പെട്ട നിഷികാന്ത് ദുബെ ഒരു പുസ്തകവുമായിട്ട് വരികയാണ്. എഡ്വിൻ ആൻഡ് നെഹ്റു എന്ന പുസ്തകവുമായിട്ട് വന്ന് നെഹ്റുവിൻ്റെ സദാചാരത്തെ അളക്കാൻ വേണ്ടി വരുന്നു. തീർന്നില്ല. നെഹ്റുവിനെക്കുറിച്ചും ഇന്ദിരാഗാന്ധിയെക്കുറിച്ചും എത്രയെത്ര അവാസ്തവങ്ങളാണ് പറഞ്ഞത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയുമോ? 35 കോടി മനുഷ്യർ ഈ നാട്ടിൽ ജീവിച്ചിരുന്നത് പ്രശ്നമാണെന്ന് പറഞ്ഞു അത്രേ നെഹ്റു. 57 കോടി മനുഷ്യന് പ്രശ്നമാണെന്ന് പറഞ്ഞുവത്രേ ഇന്ദിരാഗാന്ധി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യയിലെ ജനങ്ങളെ പട്ടിണിയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി, ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിതം നേർവഴിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി എത്രയെത്ര ദേശീയ സ്ഥാപനങ്ങൾക്കാണ് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു തുടക്കം കുറിച്ചത്. എല്ലാ പ്രസ്ഥാനങ്ങളെയും പിന്നീട് വന്ന നരേന്ദ്രമോദി തകർത്ത് തരിപ്പണമാക്കുന്ന കാഴ്ചയില്ലേ കണ്ടത്? എവിടെ? പ്ലാനിംഗ് കമ്മീഷൻ മുതൽ ഇങ്ങോട്ട് ഓരോന്നോരോന്നായിട്ട് പറയാം.
ശാസ്ത്രം കൊണ്ടാണ് പട്ടിണി മാറ്റേണ്ടതെന്ന് പറയുന്ന മനുഷ്യന് പകരം നിങ്ങൾ ഗോമൂത്രം കൊണ്ട് പട്ടിണി മാറ്റാൻ ഇറങ്ങിത്തിരിക്കുകയല്ലേ? പ്രാണപ്രതിഷ്ഠയ്ക്ക് നടക്കുന്ന ഒരു പ്രധാനമന്ത്രി മറുഭാഗത്തെ ശാസ്ത്രജ്ഞന്മാരുമായി കൂടിയാലോചിച്ച് ഹരിത വിപ്ലവം അടക്കമുള്ള പദ്ധതികളിലൂടെ സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ പോകുന്ന പ്രധാനമന്ത്രി. അങ്ങനെ എത്രയെത്ര കമ്പാരിസൺസ് സാധ്യമാണ്. അതുകൊണ്ട് ഇന്ന് മോദി അവാസ്തവമായ കുപ്രചരണങ്ങൾ നടത്തി, അപരവിദ്വേഷത്തിൻ്റെതായിട്ടുള്ള പുകമറയൊരുക്കി ഇരവാദത്തിൻ്റെ മറയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ഭാഗം. ഇനി ഏറ്റവും ശ്രദ്ധേയമായി നോക്കൂ, ഈ നരേന്ദ്രമോദി ത്രികോണ പ്രതിരോധത്തിലാണ് എന്നുള്ളതാണ്. എങ്ങനെയാണ് ത്രികോണ പ്രതിരോധത്തിൽ നരേന്ദ്രമോദി വരുന്നത്? ഒന്ന്, ഏകപക്ഷീയമായ വ്യാപാര കരാറല്ലേ അത്? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അമേരിക്കയ്ക്ക് മാത്രം അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് കാർഷിക മേഖലയെ പൂർണ്ണമായും തകർത്തെറിയുന്ന രീതിയിലുള്ള ഒരു നികുതി ഘടന കൊണ്ടുവന്നുകൊണ്ടാണ് അമേരിക്കയുമായിട്ട് ഇന്ത്യ വ്യാപാര കരാറിൽ ഒപ്പിട്ടിരിക്കുന്നത്. ഇത് നമ്മൾ പറയുന്നതല്ല. പീയൂഷ് ഗോയൽ പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യവും ഇതുവരെ വ്യക്തമായിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നതിൽ നിന്ന് ഒരു കാര്യവും വ്യക്തമായിട്ടില്ല. ആ കരാറിൻ്റെ ഉള്ളടക്കം എന്താ നമുക്കറിയില്ല. നമുക്കറിയാവുന്നത് ആകെ മൂന്ന് പേരുടെ പ്രതികരണങ്ങളാണ്. ഒന്ന്, അമേരിക്കയുടെ കാർഷിക സെക്രട്ടറി ബ്രൂക്ക് റോളിൻസ്. എന്താ ബ്രൂക്ക് റോളിൻസ് പറയുന്നത്? അമേരിക്കയിലെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ വിപണി കണ്ടെത്താൻ പോകുന്നു എന്നത് ഞങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. പറയുന്നത് അമേരിക്കയിലെ കൃഷി മന്ത്രിയാണ്, അവിടെ സെക്രട്ടറി ഓഫ് അഗ്രികൾച്ചർ എന്നാണ് അറിയപ്പെടുന്നത്. രണ്ട്, കരോളിൻ ലെവിറ്റ് വൈറ്റ് ഹൗസിൻ്റെ പ്രസ് സെക്രട്ടറിയാണ്. ഈ കരാർ അമേരിക്കയ്ക്ക് താല്പര്യമേകുന്നതാണ്, ആഘോഷിക്കേണ്ടതാണെന്നാണ് പറയുന്നത്. ഇനി ജെമിസെറ്റ് ഗ്രീൻ വ്യാപാര പ്രതിനിധിയാണ്. അദ്ദേഹം പറയുന്നത് എന്താ? പഴങ്ങളുടെയും പച്ചക്കറികളുടെയും തീരുവ പൂർണ്ണമായിട്ടും ഇന്ത്യ ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് പഴവും പച്ചക്കറിയും ഇന്ത്യയിലേക്ക് യഥേഷ്ടം കൊണ്ടുവരാമെന്ന നിലയിലേക്ക് മാറ്റിയിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാനൊരു കണക്ക് പറയാം. ഈ പച്ചക്കറികൾക്ക്, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ വിപണി തുറന്നു കൊടുക്കുമ്പോൾ സംഭവിക്കുന്ന ബുദ്ധിമുട്ടിനെക്കുറിച്ച്, ദുരന്തത്തെക്കുറിച്ച് 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം വിദർഭ റീജിയനിൽ എത്ര മരണം സംഭവിച്ചുവെന്നും അതിന് തൊട്ട് മുമ്പുള്ള കാലയളവുമായിട്ടുള്ളൊരു കമ്പാരിസൺ ഉണ്ട്. ആ കമ്പാരിസൺ ഞെട്ടിക്കുന്ന കമ്പാരിസണാണ്. 2004 മുതൽ 2014 വരെ യുടെ ഭരണകാലത്ത് വിദർഭയിൽ കർഷകർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അന്ന് 9671 കർഷകരാണ് ആത്മഹത്യ ചെയ്തതെങ്കിൽ 2015 മുതൽ 23 വരെയുള്ള 8 വർഷം കൊണ്ട് 10122 കർഷകർ ആത്മഹത്യ ചെയ്തു. ഓർമ്മിക്കണം, 879 കർഷകർ ഒരു വർഷം ആത്മഹത്യ ചെയ്തു UPA സർക്കാരിൻ്റെ കാലത്തെങ്കിൽ അത് 1125 കർഷകരായിട്ട് മാറി പ്രതിവർഷം വിദർഭയിൽ മാത്രം. ഇന്ത്യ രാജ്യത്തെ കണക്കെടുത്താൽ മോദി സർക്കാരിൻ്റെ ആദ്യത്തെ 8 വർഷം 1,00,000-ലധികം കർഷകർ ആത്മഹത്യ ചെയ്ത നാടാണ് ഇന്ത്യ. ആ നാട്ടിലേക്ക് അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില കുറയുന്ന രീതിയിൽ അമേരിക്കയിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് പൂർണ്ണമായിട്ടും നികുതി ഇളവ് നൽകി ഇറക്കുമതി ചെയ്യുന്നുണ്ടോ? മോദി മിണ്ടിയോ ഒരക്ഷരം? പീയൂഷ് ഗോയൽ മിണ്ടിയോ ഒരക്ഷരം? ഇന്ത്യയിലെ കൃഷി വകുപ്പ് മന്ത്രി മിണ്ടിയോ ഒരക്ഷരം? മിണ്ടിയിട്ടില്ല. എന്തുകൊണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഒരു കാര്യം കൂടി ഞാൻ പറയാം, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒളിച്ചു കടത്തുന്നത് ഇതാദ്യമായിട്ടല്ല. എത്രയോ തവണ കാർഷികോൽപ്പന്നങ്ങളുടെ നികുതി വെട്ടിക്കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഞാൻ 2 ഉദാഹരണങ്ങൾ പറയാം. ന്യൂസിലൻഡിൽ നിന്ന് ആപ്പിൾ ഇറക്കുമതി ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. ന്യൂസിലൻഡിൽ വേണ്ടി ആപ്പിൾ ഇറക്കുമതി ചെയ്യുമ്പോൾ പറഞ്ഞു, ആപ്പിൾ കർഷകരെ നിരാശപ്പെടേണ്ട, നികുതി കുറവ് ചെയ്യില്ല. പിന്നീട് രഹസ്യമായി 25% കുറവ് ചെയ്ത് കൊടുത്തു ന്യൂസിലൻഡിൽ നിന്ന് വരുന്ന ആപ്പിളിന് വേണ്ടിയിട്ട്. അമേരിക്കയിലെ വാൽനട്ട്, ബദാം പ്രോഡക്ട്സിന് ആദ്യം കൊടുക്കില്ല എന്ന് പറഞ്ഞു. രഹസ്യമായി ആരും അറിയാതെ നികുതി ഇളവ് ചെയ്ത സംവിധാനം ഉണ്ടാവുന്നു. ASEAN കരാർ പോലും ലംഘിച്ചുകൊണ്ട് പാം ഓയിലിന് നികുതി ഇളവ് കൊടുക്കുന്നു. ഇതാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രഹസ്യ കരാറുകളിൽ ഏർപ്പെടുക. അമേരിക്കയുമായി എന്ത് രഹസ്യ കരാറാണ് നമ്മുടെ പ്രധാനമന്ത്രിക്കുള്ളത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. രണ്ടാമത്തെ ഒരു ചോദ്യമുണ്ടല്ലോ, ഈ കരാറിലെ വ്യാപാര മിച്ചത്തെക്കുറിച്ച് ഇന്നിപ്പോൾ ധാരാളം പറയുന്നുണ്ട്. വ്യാപാര മിച്ചം ഉണ്ടാകുമ്പോൾ ഇന്ത്യക്ക് ഗുണകരമാകാൻ പോകുന്നു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത്. ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, ഇപ്പോൾ നമുക്ക് വ്യാപാര കരാറുണ്ട് എന്ന് പറയുന്ന സാഹചര്യത്തിൽ 3.69 ലക്ഷം കോടി രൂപ ഇപ്പോൾ ട്രേഡ് സർപ്ലസ് ഉള്ള, വ്യാപാര മിച്ചമുള്ള നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന 50,000 കോടി US$ ഇറക്കുമതി നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ വ്യാപാര മിച്ചത്തിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കറിയുമോ, ഈ വ്യാപാര യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിനും ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള ടാക്സിൻ്റെ കമ്പാരിസൺ നോക്കിയാൽ മനസ്സിലാവും. ശരാശരി 2.5% ആയിരുന്നു ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിലുള്ള നികുതി, അഥവാ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അമേരിക്ക ഇറക്കുമതി ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട നമ്മുടെ എക്സ്പോർട്ട് ഡ്യൂട്ടി. പക്ഷേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ അറിയണം, അതിനുശേഷം പിന്നീട് 5 മുതൽ 10% വരെ ആവുന്നു. ഇപ്പോൾ വ്യാപാര യുദ്ധത്തിന് മുമ്പ് ശരാശരി 5 മുതൽ 15% വരെ ആയിരുന്നത് ഇപ്പോൾ 18% ഉയരുന്നു. അപ്പോൾ 2.5% ആവറേജിൽ നിന്ന് 5 മുതൽ 15% വരെ, അതിനുശേഷം വീണ്ടും വ്യാപാര യുദ്ധത്തിന് ശേഷം 18% വരെ.
എന്നാൽ മറുഭാഗത്തോ ഇന്ത്യ പൂർണ്ണമായിട്ടും അമേരിക്കയ്ക്ക് വേണ്ടി വിപണി തുറന്നുകൊടുത്ത് അമേരിക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 0% നികുതിയായിട്ട് മാറുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ഇത് അനീതിയാണെന്നാണ് ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ പറയാണ് ബംഗ്ലാദേശിനും പാകിസ്ഥാനേക്കാളും കൂടുതലാണ്, കുറവല്ലേ നമ്മൾക്ക് ചുമത്തിയിരിക്കുന്ന നികുതി. ബംഗ്ലാദേശിനും പാകിസ്ഥാനും എത്ര? 19%, നമുക്കെത്ര? 18%. പക്ഷേ മോദി ഒരു കാൽക്കുലേഷൻ മറന്നുപോയി. എന്താ കാൽക്കുലേഷൻ? പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഉൽപ്പാദന ചെലവ് ഇന്ത്യ അപേക്ഷിച്ച് 30% കുറവാണ്. 30% ഉൽപ്പാദന ചെലവ് കുറവുള്ള രാജ്യത്തിന് 1% മാത്രം വ്യത്യാസം എന്ന് പറഞ്ഞാൽ അപ്പോഴേയും 29% ലാഭം പാകിസ്ഥാനും ബംഗ്ലാദേശിനുമാണ്. ഈ കണക്കുകളാണ് ഇന്ന് നരേന്ദ്രമോദിയും മോദിക്ക് വേണ്ടി സർക്കാരും അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. അങ്ങേയറ്റം പരിഹാസ്യമായ രീതിയിലായിരുന്നു പ്രതിരോധം. രണ്ടാമത്തെ ചോദ്യം, എവിടെ ദേശീയതയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട അവകാശവാദങ്ങൾ എല്ലാം പൊളിഞ്ഞു പാളീസായി വീഴുന്നത് കണ്ടില്ലേ? എവിടെ നരവനെയുടെ പുസ്തകത്തെ ഉദ്ധരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ ശക്തമായ ചെറുത്തുനിൽപ്പിൽ നിങ്ങൾക്ക് ഉചിതമായ സമയത്ത് ഉചിതമായത് ചെയ്തുകൊള്ളൂ എന്ന് പറഞ്ഞ് ചൈനയുടെ മിലിറ്ററി ടാങ്കുകൾ ഇന്ത്യയെ ലക്ഷ്യമാക്കി വരുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ കരസേനാ മേധാവിയെ അസന്ദിഗ്ധാവസ്ഥയിലാക്കിയ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞുപോയ, സ്വന്തം രാഷ്ട്രീയ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയ പ്രധാനമന്ത്രിയാണ് എന്ന വിമർശനത്തിലാണ്, ആ വിമർശനത്തിൻ്റെ മുറിവേറ്റ് നിൽക്കുന്ന പ്രധാനമന്ത്രിയാണ് നമ്മൾ കാണുന്നത്. മൂന്നാമത്തെ ഒരു ഭാഗം കൂടിയുണ്ട്, അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. എപ്സ്റ്റൈൻ ഫയലുകളെക്കുറിച്ച് എന്തെങ്കിലും നരേന്ദ്രമോദി മിണ്ടിയോ? നാണക്കേടായി നിൽക്കുകയല്ലേ? കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളി 36-ലധികം വരുന്ന പ്രായപൂർത്തിയായ പെൺകുട്ടികളെ ലൈംഗിക വൃത്തിക്ക് ഉപയോഗിച്ചു എന്നതിൻ്റെ പേരിലും അതിലധികം പെൺകുട്ടികളെ പ്രമുഖർക്ക് കാഴ്ചവെച്ചു എന്നതിൻ്റെ പേരിലും ലൈംഗിക കുറ്റവാളിയായി 2019 വരെ ജയിലിലടച്ച് ഒടുവിൽ ആത്മഹത്യ ചെയ്ത് ദുരൂഹമായിട്ട് കൊല്ലപ്പെട്ട ഈ ജെഫ്രി എപ്സ്റ്റീൻ്റെ ഫയലുകളിൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ പേരെങ്ങനെ വന്നു? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് ഈ ജെഫ്രി എപ്സ്റ്റീനെ മായിട്ട് നരേന്ദ്രമോദിയും ട്രംപും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. ഒരു വിഷ്യസ് ട്രയാങ്കിൾ ഉണ്ട്. ട്രയാങ്കിൾ എന്ന് പറഞ്ഞപ്പോൾ അതിൽ അനംബാനിയുടെ പേരും കൂടി ചേർക്കണം, എങ്കിലാണ് ആ ബന്ധത്തിൻ്റെ ചിത്രം വ്യക്തമാവുക. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. 2017 ജൂലൈ മാസത്തിൽ നമ്മുടെ നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശനം നടത്തിയതാണല്ലോ ആദ്യം പുറത്തു വന്നത്. അതുമാത്രമല്ല, നരേന്ദ്രമോദിയുമായി ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള സൗഹൃദം, മൈ ഫ്രണ്ട് എന്ന് വിളിക്കത്തക്ക രീതിയിലുള്ള സൗഹൃദം എങ്ങനെ വളർന്നു എന്നുള്ളതിനെക്കുറിച്ച് കൂടിയുള്ള ഡീറ്റെയിലിംഗ് ഈ ഫയലുകളിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്? അനിൽ അംബാനി മോദിക്ക് വേണ്ടിയിട്ട് എപ്സ്റ്റീനുമായിട്ട് ബന്ധപ്പെടുന്നു. എപ്സ്റ്റീൻ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. ആ ബന്ധത്തെക്കുറിച്ചുള്ള ഫയലുകളാണ് പുറത്തു വന്നത്. ഒരൊറ്റ ഉദാഹരണം മാത്രം പറയാം. ഇസ്രായേൽ സന്ദർശനവുമായി ബന്ധപ്പെട്ട ഉദാഹരണമാണ്. 2017 മാർച്ച് മാസത്തിൽ അംബാനിയോട് എപ്സ്റ്റീൻ ചില കാര്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മോദി ഇസ്രായേൽ സന്ദർശിക്കും എന്നൊരു മറുപടി അനിൽ അംബാനി എപ്സ്റ്റീന് വേണ്ടി നൽകുന്നു. എപ്സ്റ്റീൻ അത് അമേരിക്കയെ അറിയിക്കുന്നു. അതിനുശേഷം ജൂലൈ 6-ാം തീയതി ഇസ്രായേൽ സന്ദർശിക്കുന്നു. ജൂലൈ 26-ാം തീയതി ട്രംപുമായിട്ട് കൂടിക്കാഴ്ച നരേന്ദ്രമോദി നടത്തുന്നു. അതിനെക്കുറിച്ച് എപ്സ്റ്റീൻ പറഞ്ഞിരിക്കുന്ന വാചകം ഇങ്ങനെയാണ്: ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി തൻ്റെ ഉപദേശം സ്വീകരിച്ചു. ഇസ്രായേലിൽ പോയി അമേരിക്കൻ പ്രസിഡന്റിനു വേണ്ടി പാട്ടും പാടി ഡാൻസും കളിച്ചു, സംഗതി ഏറ്റു എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ എപ്സ്റ്റൈനാണ്. എന്ത് സംഗതി ഏറ്റു? എന്താണ് സംഗതി? ഒരു ലൈംഗിക കുറ്റവാളിയായ എപ്സ്റ്റീനുമായി എപ്സ്റ്റീൻ്റെ ഫയലുകളിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ പേരെങ്ങനെ വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ട്രംപിൻ്റെ അനുയായി ടോം ബ്രോക്കിന് ഒരു മെയിൽ അയച്ചത് എപ്സ്റ്റൈനാണ്. എന്താണ് എപ്സ്റ്റൈൻ അയച്ചത്? ഈ മോദിയുമായിട്ടുള്ള സൗഹൃദമുണ്ട്, ട്രംപുമായിട്ടുള്ള സൗഹൃദത്തിൽ മോദി ആഗ്രഹിക്കുന്നു എന്ന മട്ടിൽ ഇടനിലക്കാരനായി നിൽക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ സൗഹൃദം വേണമെങ്കിൽ എപ്സ്റ്റീൻ എന്ന് പറയുന്ന ലൈംഗിക കുറ്റവാളിയുടെ ഇടനില വേണമോ എന്ന ചോദ്യം പ്രസക്തമാണ്. അതിന് പ്രധാനമന്ത്രി മറുപടി നൽകണ്ടേ? ഈ നിമിഷം വരെയും പ്രധാനമന്ത്രി മറുപടി നൽകിയില്ല. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി എഡ്യൂനയുടെയും നെഹ്റുവിൻ്റെയും പഴയ പുസ്തകം എടുത്തുകൊണ്ട് വന്ന് പാളീസാവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ചുരുക്കം പറഞ്ഞാൽ കഴിഞ്ഞ 12 വർഷത്തിൽ ഇതാദ്യമായി നരേന്ദ്രമോദി ലോക്സഭയിൽ പ്രസംഗിക്കാനാവാതെ, രാജ്യസഭയിൽ ഉയർത്തിയ ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ലാതെ എല്ലാ ആയുധങ്ങളും നഷ്ടപ്പെട്ടു നിൽക്കുന്ന പോരാളിയായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇതാദ്യമായി കരുത്തുറ്റ പ്രതിപക്ഷത്തിൻ്റെ കരുത്തറിഞ്ഞിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതുകൊണ്ട് തന്നെ കടുത്ത പ്രതിരോധത്തിലാണ്, ത്രികോണ പ്രതിരോധത്തിലാണ് എന്നുള്ളതാണ് എൻ്റെ നിലപാട് ഈ വിഷയത്തിൽ. Meet the editors.